ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എബ്രായർ 6 അപ്പോസ്തോലിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. നിർജീവ പ്രവർത്തികളിൽ നിന്നുള്ള മാനസാന്തരം, ദൈവത്തിലുള്ള വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ, മരിച്ചവരുടെ പുനരുത്ഥാനം. അവസാനത്തെ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അത് മലയാളം ബൈബിളിൽ എബ്രായർ 6:2 പറഞ്ഞിരിക്കുകയാണ്, നിത്യ ശിക്ഷാവിധി. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ ചൂണ്ടിപ്പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ പഠനത്തിലേക്ക് കടക്കാം. നിത്യ ശിക്ഷാവിധി എന്നല്ല ഇതിൻ്റെ മൂലഭാഷയിൽ പറഞ്ഞിരിക്കുന്നത്, നിത്യ ന്യായവിധി എന്നാണ്. ശരിക്കും നമ്മൾ പഠിക്കേണ്ടത് നിത്യ ന്യായവിധിയാണ്. പക്ഷേ ഇത് പുതിയ വിശ്വാസികൾക്കുള്ള ഒരു ബൈബിൾ പഠന പരമ്പരയായതുകൊണ്ട് തന്നെ നിത്യ ശിക്ഷാവിധിയും നിത്യ ന്യായവിധിയും രണ്ടും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ നിത്യ ശിക്ഷാവിധിയാണ് പഠിക്കാൻ പോകുന്നത്. സുവിശേഷം അനുസരിക്കാത്തവരുടെ നിത്യ ശിക്ഷാവിധി. അടുത്ത ആഴ്ച നമ്മൾ വിശ്വാസികളുടെ നിത്യ ന്യായവിധിയും അടുത്ത ആഴ്ച പഠിക്കും. അപ്പോൾ നിത്യ ശിക്ഷാവിധി എന്ന് പറയുന്ന വിഷയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് 3 കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് നിത്യ ന്യായവിധി അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധി? ആരെയാണ് ദൈവം ശിക്ഷിക്കുന്നത്? മൂന്നാമതായിട്ട് എന്താണ് ഈ നിത്യമായ ശിക്ഷ? പിന്നെ അവസാനം ഇത് നിമിത്തമുള്ള പ്രായോഗിക തലത്തിലുള്ള നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിനുള്ള പ്രയോജനം. വിശ്വാസികൾ എന്തിനാണ് ഈ അവിശ്വാസികളുടെ അന്ത്യമൊക്കെ പഠിക്കുന്നതിനുള്ള ഉത്തരം, അതാണ് അവസാനം. അപ്പോൾ ഒന്നാമതായിട്ട് എന്താണ് ഈ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി എന്നുള്ളത്? എൻ്റെ ഒരു നിർവചനം ഞാൻ വായിക്കാം. അതിനാധാരമായിരിക്കുന്ന വാക്യങ്ങൾ വളരെ വേഗത്തിൽ അത് കഴിഞ്ഞ് നോക്കാം. എന്താണ് ന്യായവിധി? കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയാണ് നിത്യ ന്യായവിധി അല്ലെങ്കിൽ ശിക്ഷാവിധി. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിത്യതയെ നിർണയിക്കുന്നു. അപ്പോൾ അത് എന്താണെന്നുള്ളത് അതിൻ്റെ ആധാരമായിരിക്കുന്ന വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ആ നിർവചനം നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പോസ്തല പ്രവൃത്തികൾ 17:31 എന്താണ് ഈ ന്യായവിധി എന്നുള്ളത് നമുക്ക് വളരെ വേഗത്തിൽ കാണുവാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തികൾ 17:31. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ച് അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ എല്ലാവർക്കും അതിന്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. കണ്ടോ, ലോകത്തെ ദൈവം ഒരു ദിവസം നീതിയാൽ വിധിക്കുന്ന ഒരു സമയമുണ്ട്. അതാണ് ഈ നിത്യ ന്യായവിധി. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ച് കേട്ടത്, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധി. അതിനപ്പുറത്തൊരു വിധിയില്ല, അതോടെ തീർന്നു. അങ്ങനെ ലോകത്തെ ദൈവം ന്യായമായി വിധിക്കുന്ന ഒരു ദിവസമുണ്ടെന്നാണ് പൗലോസ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ആരാണ് ലോകത്തെ വിധിക്കാൻ പോകുന്നത്? അവിടെ തന്നെ നമ്മൾ വായിച്ചു, ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ് ഈ വിധി ചെയ്യാൻ പോകുന്നത്. അത് തെളിവാക്കുന്ന 1-2 വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ നോക്കാം. യോഹന്നാൻ 5:22 യേശു കർത്താവ് തന്നെ പറഞ്ഞ വാക്യമാണ്. യോഹന്നാൻ 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. പിതാവാണ് എല്ലാവരെയും ന്യായം വിധിക്കേണ്ടത്, പക്ഷെ ആ ചുമതല പുത്രനായ യേശുക്രിസ്തുവിനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിതാവിൻ്റെ ന്യായവിധിയാണ് പുത്രൻ ചെയ്യുന്നത്, പക്ഷെ ചെയ്യുന്നത് ആരാണ്? പുത്രനായ യേശുക്രിസ്തുവാണ്. റോമർ 2:16. ദൈവം യേശുക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എന്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. മനുഷ്യരുടെ സകല രഹസ്യങ്ങളും, അതാണ് ഇത് അന്തിമ വിധിയാണെന്ന് പറയുന്നത്. ഇതിനപ്പുറത്തൊരു വിധിയില്ല. മനുഷ്യരുടെ സകല രഹസ്യങ്ങളെയും യേശുക്രിസ്തു ഒരു നാൾ വിധിക്കും. അതായത് സത്യാവസ്ഥ പുറത്തു വരുന്ന ആത്യന്തികമായ ഒരു വിധിയാണിത്, അല്ലേ? ഇത് എൻ്റെ സുവിശേഷത്തിന് ആധാരമായിട്ടിരിക്കുന്നതുകൊണ്ട് ഇത് സുവിശേഷ പ്രഘോഷണത്തിൽ പറയേണ്ട കാര്യമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നു. പത്രോസ് അപ്പോസ്തല പ്രവൃത്തികൾ 10:40-42. ദൈവം നസറേയനായ യേശുവിനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ന്യായാധിപതിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. കണ്ടോ, എല്ലാരിടത്തും പോയി ഇത് പറയണം. ജീവിച്ചിരിക്കുന്നവരെയും മരിക്കുന്നവരെയും വിധിക്കുന്ന ന്യായാധിപതി ആരാണ്? ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവാണ്, അല്ലേ? ഇതെല്ലാവരോടും പറയണമെന്ന് ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നു. അപ്പോൾ സുവിശേഷം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അറിയിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. ഏതോ ഒരു യേശുവിനെ കുറിച്ചല്ല നമ്മൾ ഈ പ്രസംഗിക്കുന്നത്.
അല്ലേ? നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തി മനസ്സിലാക്കണം, എടാ അവസാനം നീ പോയി നിൽക്കേണ്ട ആ ജഡ്ജ് അല്ലേ, ന്യായാധിപതി ഈ പറയുന്ന യേശുക്രിസ്തുവാണ്. അത് പറയുവാനായിട്ട് ഞങ്ങൾക്ക് കൽപ്പന ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ന്യായവിധി? ദൈവത്തിൻ്റെ അന്തിമ വിധിയാണ്. ലോകത്തെ അവൻ ന്യായമായി വിധിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്ന, രഹസ്യങ്ങളൊക്കെ പുറത്തായി സത്യാവസ്ഥ വരുന്നൊരു ദിവസമാണത്. യേശുക്രിസ്തുവാണ് ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്നവർ മരിച്ചിരിക്കുന്നവർ അങ്ങനെ ഒരു വ്യത്യാസമില്ല, എല്ലാവർക്കും അങ്ങനെ ഒരു ദിവസം കടന്നു വരും. ഇനി എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? 2 തെസ്സലോനിയർ 1:6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളുണ്ട്. അവിടെ 6 വായിച്ചിട്ട് നേരെ 10ാമത്തെ വാക്യത്തിലേക്ക് പോവുക. ആദ്യത്തെ വാക്യം അവസാനത്തെ വാക്യം. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗ്ഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി വരുമ്പോൾ സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകർന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. 6 വായിച്ചു കഴിഞ്ഞു. 10 വായിച്ചപ്പം നിങ്ങൾ മനസ്സിലാക്കിയോ? 6ാമത്തെ വാക്യത്തിൽ പറയാണ് എപ്പോൾ സംഭവിക്കുന്നത്. എപ്പോഴാ? കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ. അതാണ് 2 തെസ്സലോനിയർ 1:6. 10ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ് സുവിശേഷം അനുസരിക്കാത്തവർ നിത്യശിക്ഷാവിധി പ്രാപിക്കും. അപ്പോൾ ഇത് എപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്? ഈ ശിക്ഷാവിധി അല്ലെങ്കിൽ ഈ എപ്പോഴാണ് കർത്താവ് ഇവരെ വിധിക്കുന്നത്? കർത്താവിൻ്റെ 2ാം വരവിൽ അല്ലേ? അപ്പോൾ വളരെ ലളിതമായ 3 കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്താണിത്? ദൈവം വിധിക്കുന്ന ഒരു നാളാണ്, അന്തിമ വിധി പുറപ്പെടുവിക്കുന്ന ഒരു നാളാണ്. ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും ഇതുണ്ട്. അവൻ്റെ 2ാം വരവിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ നിർവചനം ഞാൻ വായിച്ച് കേൾപ്പിച്ചത്. കർത്താവായ യേശുക്രിസ്തുവിലൂടെ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ അന്തിമ വിധിയെ നിത്യന്യായവിധി അല്ലെങ്കിൽ നിത്യ ശിക്ഷാവിധി സൂചിപ്പിക്കുന്നു. അത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരുടെയും നിത്യതയെ നിർണയിക്കുന്നു. അന്തിമ വിധി ആയതുകൊണ്ട് പിന്നെ അതിനപ്പുറത്തൊരു ഇതുമില്ല അല്ലേ? ഇതോടെ തീർന്നു. അപ്പോൾ നിത്യതയെ തീരുമാനിക്കുന്ന വിധിയാണിത് അല്ലേ? ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിത്യശിക്ഷാവിധിയാണ്. ന്യായവിധി എല്ലാവർക്കും ഉണ്ട്, വിശ്വാസിക്കുമുണ്ട് അവിശ്വാസിക്കുമുണ്ട്, ജീവിച്ചിരിക്കുന്നവർക്കുമുണ്ട് മരിച്ചിരിക്കുന്നവർക്കുമുണ്ട്, എല്ലാ വ്യക്തികൾക്കുമുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിത്യശിക്ഷാവിധിയാണ്. അപ്പോൾ നമുക്ക് 1-2 വാക്യങ്ങൾ നോക്കാം. ആരെയാണ് ദൈവം ശിക്ഷിക്കുന്നത് അല്ലേ? അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം, എന്നാലേ നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ നമ്മൾ അവരോട് സുവിശേഷം അറിയിക്കത്തുള്ളൂ. ഒന്നാമതായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ വായിച്ച 2 തെസ്സലോനിയർ 1:7 വാക്യവും 10ാം വാക്യവും നമുക്ക് ഒന്നുകൂടെ ഒന്ന് വായിക്കാം. 7ാം വാക്യം. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുമ്പോൾ 10ാം വാക്യത്തിൽ ആ വരുമ്പോൾ എന്നുള്ളത് വിട്ടേച്ച് ബാക്കി വായിച്ചേ. സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകർന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി പ്രാപിക്കും. ആരൊക്കെയാ അപ്പൊ പ്രാപിക്കുന്നത്? ദൈവത്തെ അറിയാത്തവരും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർ. അല്ലാതെ സുവിശേഷം കേട്ടിട്ടില്ലാത്തവർ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? സുവിശേഷം അനുസരിക്കാത്തവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ സഭയിലൊന്നും പോകാത്തവർ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അക്രൈസ്തവർ എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താ? ദൈവത്തെ അറിഞ്ഞൂടാ, സുവിശേഷം അനുസരിച്ച് ദൈവമായിട്ട് വ്യക്തിബന്ധമില്ലാത്തവർ. അപ്പോൾ സുവിശേഷം അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പം അത് കുറച്ചുകൂടെ വ്യക്തമാക്കണമെങ്കിൽ റോമർ 2:5 വായിച്ചാൽ മതി. കാഠിന്യത്താലും ഹൃദയത്തിൽ അനുതാപമില്ലാത്തതിനാലും നീ ദൈവത്തിന്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിച്ചു വെക്കുന്നു. കർത്താവിന്റെ ക്രോധം വെളിപ്പെട്ടു വരുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് അവൻ നീതി പ്രവർത്തിക്കുന്നത്, ന്യായം വിധിക്കുന്ന ദിവസം. അന്നത്തേക്ക് ക്രോധം കൂട്ടിക്കൂട്ടി വെക്കുകയാണ്. ആര്? ഹൃദയകാഠിന്യമുള്ളവരും മാനസാന്തരപ്പെടാത്തവരും. അതാണ് സുവിശേഷം അനുസരിക്കാത്തവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? സുവിശേഷം അനുസരിക്കാന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കണം. അപ്പോൾ ഇത് മാനസാന്തരപ്പെടാത്തവരാണ്. അവര് ഈ നിത്യന്യായവിധി സംഭവിക്കുമ്പോൾ, കർത്താവിൻ്റെ 2ാം വരവിൽ നിത്യന്യായവിധി സംഭവിക്കുമ്പോൾ കോപം കൂട്ടി കുമിച്ചു കൂട്ടി വെക്കുക അല്ലേ? ഇനി 2 തെസ്സലോനിയർ 2:9 മുതൽ 12 അവിടുത്തെ പശ്ചാത്തലം ഒരു ഇച്ചിരി പ്രയാസമുള്ളതാണേലും അവിടെയും ഒരു വിവരണമുണ്ട് ആരാണ് നിത്യശിക്ഷാവിധി പോകുന്നതെന്നുള്ളത്. 2 തെസ്സലോനിയർ 2:9 മുതൽ 12 നിർത്തി വായിച്ചു പോവാം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം
വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഈ അധർമ്മമൂർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പ് ലോകത്തിലൊരു വലിയൊരു രാഷ്ട്രീയ നേതാവ് ഉണർന്നു വരും. അതിനാണ് അന്തിക്രിസ്തു എന്ന് പറയുന്നത്, അല്ലേ? ഈ അന്തിക്രിസ്തു, ഈ 2-ാമത്തെ അധ്യായം 2 തെസ്സലോനിക്കർ 2 എടുത്ത് വായിച്ചാൽ ഈ അന്തിക്രിസ്തു ഒരു സമയത്ത് യെരുശലേമിലുള്ള ഒരു ആലയത്തിനകത്ത് കയറി ദൈവമായിട്ട് ചമഞ്ഞിരിക്കും. ഇതൊക്കെ 2 തെസ്സലോനിക്കറിന് തൊട്ട് മുമ്പുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. അതാണ് അധർമ്മമൂർത്തി, അന്തിക്രിസ്തു. ഈ അധർമ്മമൂർത്തി കടന്നു വരുമ്പോൾ പൈശാചികമായിട്ടുള്ള വ്യാജ അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പെരുകും, അല്ലേ? അതിനകത്തൊരു വഞ്ചനയുണ്ട്. അപ്പോൾ അടുത്ത വാക്യം, 10-ാമത്തെ വാക്യം. അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ച് കൈക്കൊള്ളായികയാൽ, സത്യത്തെ സ്നേഹിച്ചിരുന്നേ അവർ രക്ഷിക്കപ്പെടും. അങ്ങനെ ആകാതിരിപ്പാൻ തന്നെ അങ്ങനെ ഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ വഞ്ചനയിൽ ചിലർ വീഴും. കള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും കണ്ട് വീഴും. എന്തുകൊണ്ട് അവരങ്ങനെ വീണു പോകുന്നത്? സത്യം സ്നേഹിക്കാത്തവർ. അതാണ് അവിടുത്തെ വിശേഷണം, അല്ലേ? ദൈവവചനം സ്നേഹിക്കാത്തവർ രക്ഷിക്കപ്പെടുകയില്ല. അവർ പിശാചിൻ്റെ വ്യാജ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ വീണുപോകും. അത് അന്തിക്രിസ്തു വരുമ്പോൾ മാത്രമല്ല, അത് ഇവിടുത്തെ ചരിത്ര പശ്ചാത്തലം. ഏത് കാലഘട്ടം എടുത്താലും ഇത് തന്നെയാണ് സത്യാവസ്ഥ. പൈശാചികമായ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കർത്താവ് മടങ്ങി വരുന്നതിന് മുമ്പേ പെരുകുമെന്ന് കർത്താവ് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാധാന്യ പ്രവൃത്തി കൂടും. കള്ളക്രിസ്തുക്കളും കള്ള വ്യാജ പ്രവാചകന്മാരും ഒക്കെ വരും. എന്നിട്ട് അവർ വലിയ അത്ഭുതവും അടയാളവും ഒക്കെ പ്രവർത്തിക്കും. പക്ഷെ അത് വിശ്വസിക്കുന്ന ആരായിരിക്കും? സത്യത്തെ സ്നേഹിച്ച് രക്ഷ പ്രാപിക്കാത്തവർ. തുടർന്ന് വായിക്കാം 11-12. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടത്. അപ്പൊ അവര് സത്യത്തെ സ്നേഹിക്കുന്നില്ല, വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തോന്നില്ല അവർ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന? അനീതിയിൽ സന്തോഷിച്ച്, പാപം ചെയ്യുന്നതിൽ സന്തോഷിച്ചിരിക്കുന്നവരായതുകൊണ്ട് ഇതുപോലൊരു ഭയാനകമായ ഒരു വാക്യം വേറെയില്ല. ഇവർ ഈ കള്ളം വിശ്വസിക്കാൻ ആര് പ്രവർത്തിക്കും? ദൈവം പ്രവർത്തിക്കും. ദൈവം തന്നെ വഴി വെച്ചു കൊടുക്കും. ഇവർ ഈ വ്യാജം വിശ്വസിക്കണം, അങ്ങനെ ഇവർ തൊലഞ്ഞു പോകണം. എന്തുകൊണ്ടാ? അവൻ്റെ സത്യം വിശ്വസിക്കുന്നില്ല, അവൻ്റെ സത്യത്തെ സ്നേഹിക്കുന്നില്ല, അവൻ്റെ സത്യത്തെ അനുസരിക്കുന്നില്ല. അവർക്ക് എന്ത് ചെയ്യും? ദൈവം തന്നെ ആ ചതിക്കുഴിയിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനത്തെ വ്യാജം വിശ്വസിക്കാൻ, ആ ബോഷ്ക്ക് വിശ്വസിക്കാൻ ഒരു വ്യാജ ആത്മാവിനെ തന്നെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവം രക്ഷിക്കത്തില്ല അവരെ. അപ്പോൾ കണ്ടോ, ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് ഇത്. ഒരുപാട് കള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്ത് നടക്കുന്നവരുടെ ചതിക്കുഴി പോയി വീഴും. അങ്ങനെ വീഴുന്നവരുടെ എല്ലാം സ്വഭാവം എടുത്ത് നോക്കിയാൽ അറിയാം, ദൈവവചനം പഠിക്കാറില്ല, സ്നേഹിക്കാറില്ല, അനുസരിക്കാറില്ല. അവർക്ക് ഈ അനുഭൂതിയൊക്കെ മതി. പരിശുദ്ധാത്മാവിൽ എന്തെങ്കിലുമൊക്കെ രോമാഞ്ചം വേണം. അങ്ങനെയുള്ളവരാണ് അതിൻ്റെ പുറകെ പോകുന്നത്. അപ്പോൾ ഇവിടെ കണ്ടോ, സത്യം സ്നേഹിക്കാത്തവർ. നമ്മൾ 3 വേദഭാഗങ്ങളെ എടുത്ത് നോക്കിയത്. ആരെയാണ് ദൈവം അന്ത്യത്തിൽ ശിക്ഷാവിധിയിൽ ഇട്ട് കളയുന്നത്? ആരൊക്കെയാണ്? 2 തെസ്സലോനിക്കർ 1 നിന്ന് കണ്ടു, ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും. റോമർ 2 നിന്ന് കണ്ടു, ഹൃദയകാഠിന്യമുള്ളവരും അനുതപിക്കാത്തവരും. 3 കണ്ടു, സത്യത്തെ സ്നേഹിക്കാത്തവർ, അനീതിയിൽ സന്തോഷിച്ച് നടക്കുന്നത്. കണ്ടോ, ഈ കൂട്ടരെയാണ് അവിശ്വാസികൾ നമ്മൾ പൊതുവെ പറയുന്നത്. പക്ഷെ അവിശ്വാസി എന്നുള്ള വാക്ക് സ്ഥിരം ഉപയോഗിച്ച് അതിനൊരർത്ഥമില്ല ഇപ്പം, അല്ലേ? അവിശ്വാസം സഭയിലൊന്നും വരാത്തവൻ, അത്രയേ ഉള്ളൂ. അല്ലല്ല, വിശേഷണം ഈ രീതിയിൽ ചിന്തിക്കണം, അല്ലേ? ദൈവത്തെ അറിയാത്തവർ, സുവിശേഷം അനുസരിക്കാത്തവർ, ഹൃദയ കാഠിന്യമുള്ളവർ, അനുതപിക്കാത്തവർ, സത്യത്തെ സ്നേഹിക്കാത്തവർ. ഇവരെയാണ് ദൈവം അവസാനം നിത്യശിക്ഷാവിധിയിലേക്ക് ഏൽപ്പിച്ചു കളയുന്നത്, അല്ലേ? ഇനി 3-ാമതായിട്ട് എന്താണ് ഈ നിത്യശിക്ഷ? അതിന് നമുക്ക് ഒരു വേദഭാഗം തന്നെ എടുത്തു പഠിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. അത് ആദ്യം ഒന്ന് ഓടിച്ചങ്ങ് വായിക്കാം. എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാകണമെന്നില്ല. വെളിപ്പാട് 20-ന്റെ 11 മുതൽ 15 വരെ ഓടിച്ച് വായിച്ചു പിന്നെ ഓരോ വാക്യമായിട്ട് നോക്കാം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിലൊരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തർ അവനവന്റെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം.
ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ ഇതാണ് വെളിപ്പാട് പുസ്തകത്തിൽ അവസാനമായിട്ട് ഈ രക്ഷിക്കപ്പെടാത്ത മരിച്ചുപോയവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ള വെളിപ്പെടുത്തി തരുന്ന വേദഭാഗം. ഈ വെളിപ്പാട് പുസ്തകം പ്രവചന പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ സൂക്ഷിക്കണം. വെളിപ്പാട് പുസ്തകം പല വിധത്തിലുള്ള അടയാളങ്ങളിലൂടെ പ്രാവചനിക ഭാഷയിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ദർശനം പോലെ യോഹന്നാന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാണ്. വെളിപ്പാട് 20-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കർത്താവ് രണ്ടാമത് മടങ്ങി വന്ന് അന്തിക്രിസ്തുവിനെയൊക്കെ നീക്കിക്കളഞ്ഞ് അവനെയൊക്കെ നിത്യപൊയ്കെ തള്ളിക്കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ 20-ാം അധ്യായം 11-ാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുന്നത്. അപ്പോൾ 11-ാം വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വലിയൊരു വെള്ള സിംഹാസനത്തിൽ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഇതൊരു ന്യായവിധിയുടെ ചിത്രമാണ് അല്ലേ? സിംഹാസനത്തിൽ വിധികർത്താവ് ഇരിക്കുന്നു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഒക്കെ ഓടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇപ്പോഴുള്ള സൃഷ്ടി അവൻ തകർക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ മരിച്ചവരെ നിത്യശിക്ഷാവിധിയിൽ തള്ളിക്കളഞ്ഞ് 21-ാം അധ്യായത്തിലാണ് ഇപ്പോഴുള്ള സൃഷ്ടിയുടെ അന്ത്യം കുറിച്ചിട്ട് പുതിയ വാനവും പുതിയ ഭൂമിയും ഒക്കെ വരുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? 12-ാം വാക്യത്തിൽ മരിച്ചവർ ആഭാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടു. അപ്പം നമ്മൾ ഈ വാക്യം ആദ്യമായിട്ട് വായിക്കാണ്ട് വിചാരിക്കും മരിച്ചുപോയ എല്ലാവരും ഒന്നല്ലേ അല്ലേ? ഈ ഭൂമിയിൽ ജീവിച്ച എല്ലാവരും ഒന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. അത് മനസ്സിലാക്കണമെങ്കിൽ 20-ന്റെ 4 മുതൽ 6 വരെ ഉള്ളതും കൂടെ വായിക്കണം. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരും ആയവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് ജീവിച്ചില്ല. അപ്പോൾ കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും? അതാണ് കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പഠിച്ചത് അല്ലേ? വിശ്വാസികൾ പുനരുത്ഥാനം പ്രാപിക്കും അല്ലേ? ആ പുനരുത്ഥാനമൊക്കെ പ്രാപിച്ച് സഹസ്രാബ്ദ വാഴ്ചയുടെ കാലമൊക്കെ കഴിഞ്ഞ് പിന്നീടാണ് ഈ 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറയുന്ന ബാക്കി മരിച്ചവർ അല്ലേ? 20-ന്റെ 5 കണ്ടോ? മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. അപ്പോൾ ഈ മരിച്ചവർ എന്ന് 20-ന്റെ 12 പറയുന്ന ആഭാലവൃദ്ധം സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അവരാരാ? കർത്താവ് മടങ്ങി വന്നപ്പോൾ പുനരുത്ഥാനമൊന്നും പ്രാപിക്കാത്ത അവിശ്വാസികൾ. ഉണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? അപ്പോൾ ഇനി 5-ന്റെ ബാക്കി വായിക്കാം. 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. രണ്ടാം മരണത്തിന് അധികാരമില്ല. എന്താ ഈ രണ്ടാം മരണം? തിരുവചനം നമ്മൾ പരിശോധിക്കുമ്പം നമ്മുടെ ശരീരത്തെ സംബന്ധിച്ച് 2 മരണങ്ങളുണ്ട്. മൊത്തം 3 മരണമുണ്ട്. ഒന്നാമത്തത് ആത്മീക മരണം. അത് ആദാം പാപം ചെയ്തപ്പോഴേ മാനുഷിക രാശി ആത്മീകമായിട്ട് മരിച്ചു. എഫീഷ്യർ 2 വായിച്ചാൽ നമ്മളെല്ലാം പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. പക്ഷെ ശരീരത്തെ സംബന്ധിച്ച് 2 മരണങ്ങളാണ് പറയുന്നത്. ഒന്ന് നമ്മുടെ ഭൗതിക മരണം അല്ലേ? അതാണ് നമ്മൾ സാധാരണ മരണം, നാപ്പച്ചൻ മരിച്ചുപോയി എന്ന് പറയുന്നത്. ഇതാണ് രണ്ടാമത്തെ മരണം. ആ രണ്ടാമത്തെ മരണം എന്ന് ഏതാണെന്നുള്ളത് 14-ാം വാക്യം ഒന്ന് വായിച്ചേ. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീ പൊയ്കയാണ് രണ്ടാമത്തെ മരണം എന്ന് പറഞ്ഞാൽ നരകമാണ് രണ്ടാമത്തെ മരണം. അപ്പോൾ ഇവിടെ ഈ 6-ാമത്തെ വാക്യത്തിൽ പറയണം, ഈ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതല്ലേ അല്ലേ? കർത്താവ് മടങ്ങി വരുമ്പോൾ മരിച്ചവർ കല്ലറയിൽ നിന്നും ജീവിച്ചിരിക്കുന്ന രൂപാന്തരം പ്രാപിച്ച് പോകുമ്പോൾ എന്തോന്നാ പാടിക്കൊണ്ട് പോകുന്നത്? ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്നല്ലേ അല്ലേ? ആ മരണം എന്ന് പറയുമ്പോൾ ഏത് മരണമാണ്? കല്ലറയിൽ പോയവർ രണ്ടാമത് കർത്താവ് വന്നപ്പോൾ പുനരുത്ഥാനം പ്രാപിച്ചു. ജീവിച്ചിരിക്കുന്നവർ ഞങ്ങൾ മരിച്ചു പോലും ഇല്ല അല്ലേ? അപ്പോൾ ഭൗതിക മരണവും നിത്യമരണവും 2-ന്റെ മേലും ജയം പ്രാപിച്ച അവർ പോകുന്നത്. അപ്പോൾ കണ്ടോ, ആദ്യത്തെ പുനരുത്ഥാനത്തിൻ്റെ ഭാഗമാകുന്നവന് രണ്ടാമത്തെ മരണത്തിന് അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. അതാണ് 20-ന്റെ 6-ന്റെ അവസാനം. അപ്പോൾ കണ്ടോ, ഇതിൻ്റെ ആ ക്രമം നിങ്ങൾ മനസ്സിലാക്കിയാലേ ഈ 20-ന്റെ 11 മുതലുള്ള വാക്യങ്ങൾ വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. കർത്താവ് മടങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ
അതും 2 ഉണ്ട്, അത് പറയാനിപ്പോൾ സമയം എടുക്കുന്നില്ല. അതൊക്കെ അടുത്ത പ്രാവശ്യം നമുക്ക് കൂടുതൽ ചിന്തിക്കാം. കർത്താവ് വിശ്വാസികൾക്കായിട്ട് വരുമ്പോൾ പുനരുത്ഥാനം നമ്മൾ പ്രാപിക്കും. പിന്നെ അത് കഴിഞ്ഞ് കർത്താവ് പരസ്യമായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്ന് അന്തിക്രിസ്തുവിനെയൊക്കെ ശമിപ്പിച്ച് ഇവിടെ സഹസ്രാബ്ദ വാഴ്ച എന്ന് പറയുന്നൊരു കാലഘട്ടം കടന്നു വരും. അത് ഈ സൃഷ്ടിയിൽ സംഭവിക്കുന്നതല്ല, പുതിയ വാനം പുതിയ ഭൂമിയിലും അല്ല. ഈ സൃഷ്ടിയിൽ, ഈ മരണമൊക്കെ ഉള്ള സൃഷ്ടിയിൽ തന്നെയാണ് അത് സംഭവിക്കുന്നത്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു ദൈവരാജ്യം കടന്നു വരും, അല്ലേ? അതിൻ്റെ ഭാഗം പക്ഷെ ആരായിരിക്കും? പുനരുദ്ധാനം പ്രാപിച്ച വിശ്വാസികൾ, അല്ലേ? ഇതെല്ലാം കഴിഞ്ഞേച്ചാണ് ഇവിടെ നമ്മൾ 5 വായിച്ച പോലെ 1000 വർഷം കഴിഞ്ഞിട്ട് ബാക്കി മരിച്ചവർ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസികളെല്ലാം കൂടെ അവർക്കൊരു പുനരുത്ഥാനമുണ്ട്. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ മരിച്ചു കിടന്നു ഇങ്ങ് പോരെ, എന്തിനാ പക്ഷേ നിന്നെയൊക്കെ വിധിച്ച് വീണ്ടും നരകത്തിലേക്ക് ഇടാൻ, അല്ലേ? അപ്പം മരിച്ചു കിടന്ന അവർക്കൊരു പുനരുത്ഥാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അപ്പോസ്തല പ്രവൃത്തികളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് നീതിമാന്മാരുടെയും നീതി കെട്ടവരുടെയും ഒരു പുനരുത്ഥാനം ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നു, അല്ലെ? നീതിമാന്മാരുടെ ഭാഗമാകണം, അല്ലേ? ആ പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ അവിശ്വാസികൾക്കും ഉണ്ട്. ഏതർത്ഥത്തിൽ? അവർ രൂപാന്തരമൊന്നും പ്രാപിക്കുമെന്നല്ല, മരണത്തിൽ നിന്ന് അവരെ പുറത്തിറക്കിയിട്ട് ശിക്ഷാവിധി നടത്തി പറഞ്ഞു വിടും. അപ്പം ഇനി നമുക്ക് 20:12 മുതൽ വീണ്ടും ഒന്നുകൂടെ വായിക്കാം. മരിച്ചവർ ആഭാലവൃത്തം സിംഹാസനത്തിന് മുൻപിൽ നിൽക്കുന്നതും കണ്ടു. ബാക്കി വായിച്ചാട്ടെ. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും ദൈവത്തിന്റെ ആധികാരിക പുസ്തകങ്ങളൊക്കെ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കൊത്തവണ്ണം ന്യായവിധി ഉണ്ടായി. അപ്പൊ ദൈവം എല്ലാം എഴുതി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഭൂമിയിൽ ചില കള്ളന്മാരൊക്കെ ഒരു ശിക്ഷാവിധിയും പ്രാപിക്കാതെ രക്ഷപ്പെട്ടെന്നൊക്കെ പറയും, അല്ലേ? അവരുടെ കഥ പിന്നെ നമുക്ക് വലിയ അവൻ കള്ളം ചെയ്തിട്ട് പിടിച്ചില്ല കേട്ടോ, സിനിമയാക്കാം ആ കഥ, അല്ലേ? അവരൊക്കെ വലിയ നേതാക്കന്മാരാണ്, നായകന്മാരാണ്. പക്ഷെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം ദൈവം ന്യായവിധി കൊടുക്കും. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ എവിടെ പോയി മരിച്ചാലും ദൈവത്തിന്റെ സന്നിധിയുടെ മുമ്പിൽ പോയി നിൽക്കും. ആർക്കും ഈ ന്യായവിധിയിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല, അല്ലേ? ഇപ്പൊ നമ്മുടെ ചില കോടതിയിലൊക്കെ ഈ വരണം, അന്നത്തെ ദിവസം വരണം, അവൻ വരൂല അന്ന്, അല്ലേ? പിന്നെ ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും അദാലത്ത്. ഇനി അടുത്ത കേസ് അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചു, കാരണം വിളിച്ചിട്ട് വന്നില്ല ഇവൻ, അല്ലേ? അങ്ങനെ മുങ്ങിയൊന്നും ആർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് ആ വാക്യത്തിന്റെ ഒരർത്ഥം. അതിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട്, പക്ഷെ ഇപ്പം നമുക്ക് അത്രയും മനസ്സിലാക്കിയാൽ മതി. എല്ലാവരെയും കർത്താവിൻ്റെ ഈ സിംഹാസനത്തിന്റെ മുൻപിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഓരോരുത്തരും അവന്റെ പ്രവൃത്തികൾക്ക് ഒത്തവണ്ണം വിധി ഉണ്ടായി. 14-ാം വാക്യം. ഇനി മരണം ആ തീപ്പൊയ്കയ്ക്ക് അകത്തേ ഉള്ളൂ. ഇനി മരണം ഈ സൃഷ്ടിയിൽ നിന്ന് ദൈവം എടുത്ത് ദൂരക്കളയും. മരണം എന്ന പ്രതിഭാസം പിന്നെ ഇനി അവിടെ ഉള്ളൂ. തീപ്പൊയ്കയിൽ തള്ളി. ജീവപുസ്തകത്തിൽ പേരില്ല, രക്ഷിക്കപ്പെട്ടവരുടെ ജീവപുസ്തകത്തിൽ ഇല്ലാത്തവനെല്ലാം അവിടെ കാണുമെന്ന് പറഞ്ഞു. ഉറപ്പായിട്ടും കാണും, അല്ലേ? അപ്പൊ ആ തീപ്പൊയ്കയിൽ തള്ളിയിടും. എന്താ ഈ തീപ്പൊയ്കയുടെ സവിശേഷത അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താ? 20:10. അവരെ വഞ്ചിച്ച പിശാചിനെ, അപ്പൊ പിശാചിനെ, മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന മൃഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെളിപ്പാട് പുസ്തകത്തില് നേരത്തെ പറഞ്ഞ അധർമ്മമൂർത്തി, അല്ലെ? അന്തിക്രിസ്തു, അതായത് ആ ലോക രാഷ്ട്രീയ നേതാവ്, അതാണ് മൃഗം. മൃഗം എന്നുള്ള ഭാഷ നമ്മൾ പഴയ നിയമത്തിലുമൊക്കെ നോക്കി, ഡാനിയലിന്റെ പുസ്തകത്തിലൊക്കെ ദൈവം പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രവചനത്തിൽ ദർശനം കൊടുക്കുമ്പോൾ എല്ലാം മൃഗമാണ്. നമുക്കും ഇപ്പോൾ അറിയാം, അല്ലേ? രാഷ്ട്രീയക്കാരുടെയൊക്കെ സ്വഭാവം ഒരു മൃഗം പോലെയാണ്. അധികാരം കിട്ടുന്തോറും മാനുഷികതയല്ല വളരുന്നത്, മൃഗീയ സ്വഭാവം വരുന്നത്, അല്ലേ? വലിയ സ്വേച്ഛാധിപതിയൊക്കെ ആകും, ഏകാധിപതിയൊക്കെ ആകും. മൃഗങ്ങളായിട്ടാണ് ദൈവം ഈ രക്ഷിക്കപ്പെടാത്ത രാജാക്കന്മാരെയും നേതാക്കന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കാണിക്കുന്നത്. ചുമ്മാ ദൈവത്തിന് വേറൊരു അടയാളം കിട്ടാത്തതുണ്ടല്ലോ, അതിലൊരർത്ഥമുണ്ട്. ഇതൊക്കെ മൃഗങ്ങളാണ്. അങ്ങനെ മൃഗങ്ങളിൽ മൃഗമായ ഒരു അവസാനം ഒരു ലോക രാഷ്ട്ര നേതാവ് വരും, അന്തിക്രിസ്തു. അവൻ ക്രിസ്തുവിനെ പോലൊക്കെ പെരുമാറും, ആലയത്തിനകത്ത് കയറിയിരിക്കുകയൊക്കെ ഞാൻ ദൈവമാണെന്ന് പറയും. അത്ര അഹങ്കാരം പിടിച്ച ഒരുത്തം വരുന്നുണ്ട്. ആ മൃഗവും പിന്നെ അവന് വഴിവെച്ചു കൊടുത്ത ഒരു മതനേതാവുണ്ട്. ഈ മതവും രാഷ്ട്രീയവും അന്ത്യനാളിൽ കൂടി 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 വരും. അത് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതോറും നമുക്കറിയാം. അതിന് വഴിവെച്ചു കൊടുത്തവനാണ് ഈ കള്ളപ്രവാചകൻ. ഇവര് മൂവരെയും, അല്ലേ? പിശാച്, അന്തിക്രിസ്തു, ഈ ഇവരെല്ലാം എവിടെ ഇട്ടിരിക്കുന്നത്? 20:10 ഗന്ധക തീ പൊയ്കയിൽ തള്ളിയിടും. എന്നിട്ട് അവിടെ എന്താ സുഖമാണോ? എന്നേക്കും, ഇനി അന്ത്യമില്ല, രാപ്പകൽ ഒരു നിമിഷം പോലും അതിൽ ബ്രേക്കില്ല, ദണ്ഡനം സഹിക്കേണ്ടി വരും.
പുതിയ സമകാലിക ബൈബിളിൽ നിത്യയാതന സഹിക്കേണ്ടി വരും. വേറൊരു ഭാഷയെ പറഞ്ഞാൽ ദാരുണ വേദന, ടോർമെൻ്റ് എന്നാണ് ഇംഗ്ലീഷിൽ. ഷൂലോട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും അല്ലേ? തുടക്കം മുതൽ ഒടുക്കം വരെ ഇനി ഇതാണ് പിശാചിൻ്റെ അന്ത്യം. നമുക്കെല്ലാം ഒരു ഹല്ലേലൂയ പറയും അല്ലേ? പിശാചിൻ്റെ അന്ത്യം ഇതാണ്. പക്ഷെ ഈ പിശാച് പോയി കിടക്കുന്ന നിത്യ പൊയ്കയിൽ വേറെ ആരും കൂടെ പോയി കിടക്കും. 20:15 അവസാനം വായിച്ച എന്തുവായിരുന്നു? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ഇതേ തീപ്പൊയ്കയിൽ തള്ളിക്കളയും. അപ്പോൾ കണ്ടോ, പിശാചിൻ്റെ അതേ സ്ഥലത്തോട്ടായി പോകുന്നത് എല്ലാവരും അല്ലേ? അപ്പോൾ തീ പൊയ്കയിലേക്ക് തള്ളി. ഇതിനെയാണ് നമ്മൾ ഇവിടെ പച്ച മലയാളത്തിൽ നരകം എന്ന് പറയുന്നത് അല്ലേ? ബൈബിളിലെ ഈ നരകം എന്നുള്ള വാക്കിനേക്കാളും ഇങ്ങനത്തെ വാക്കുകളാണ് നമ്മൾ കാണുന്നത്. ഇനി ഈ നരകം എന്ന് പറയുന്ന സ്ഥലം എത്ര ഭയാനകമാണെന്ന് മനസ്സിലാക്കാൻ 1-2 വാക്യങ്ങൾ, 5 കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കണം. ബൈബിളിൽ ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചില ചിത്രങ്ങളിലൂടെയാണ് ദൈവം ഇത് പറഞ്ഞത്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു അധ്യായം മുഴുവൻ നിത്യപൊയ്കയെക്കുറിച്ചുള്ള സവിശേഷതകൾ വിവരണങ്ങളൊന്നും ദൈവം തന്നില്ല. കാരണം ഇത് അത്ര ഭയാനകമായത്. അതുകൊണ്ട് ചിത്രങ്ങളിലൂടെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം വസ്തുതകളാണ്. ചിത്രം എന്ന് പറഞ്ഞാൽ ചുമ്മാ ആരുടെയോ ഭാവനയെന്നല്ല, മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഭാഷയെ പറഞ്ഞിരിക്കുകയാണ്. മത്തായി 25:41 നോക്കിക്കേ. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. ഇടത്തുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആടുകളെയും കോലാടുകളെയൊക്കെ തിരിക്കുന്ന, അതും 25-ാം അധ്യായം മത്തായി 25-ൽ ഇതുപോലൊരു നിത്യ ന്യായവിധിയെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുകയാണ്. ശപിക്കപ്പെട്ടവരെ, പിശാചിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ ഈ നിത്യ പൊയ്ക അല്ലേ? അവിടോട്ട് നിങ്ങളും പൊക്കോളും. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നതോ നിത്യാഗ്നി, നിത്യം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അഗ്നി അല്ലേ? അടുത്തത് മർക്കോസ് 9:44 മുതൽ ആ വെളിപ്പാട് 14:10 വരെയുള്ള വാക്യങ്ങളിലെല്ലാം നമ്മൾ കാണാൻ പോകുന്നത് വീണ്ടും ഒരു തീയുടെ ചിത്രമാണ്. കെടാത്ത തീ. മർക്കോസ് 9:44, പിന്നെ 46 മുതൽ 48. ഊനനായി ജീവനിൽ കടക്കുന്നത് 2 കൈയുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ പോകുന്നതിനേക്കാൾ നിനക്ക്. കെടാത്ത തീയായ നരകം. മുടന്തനായി ജീവനിൽ കടക്കുന്നത് 2 കാലുമുള്ളവനായി കെടാത്ത തീയായ നരകത്തിൽ വീഴുന്നതിനേക്കാൾ. കെടാത്ത തീയായ നരകം. നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അതിനെ ചൂട് കളകാം. ഒറ്റ കണ്ണായി ദേവരാജ്യത്തിൽ കടക്കുന്നത് 2 കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ. അഗ്നി നരകം. അവിടെ അവരുടെ പുഴു ചാകുന്നില്ല, തീ കെടുകയില്ല. ലൂക്കോസ് 16:23-24. ധനവാനും മരിച്ചു അടക്കപ്പെട്ടു. ലാസറസും ധനവാന്റെയും ആ കഥയാണ്. അത് ഉപമയല്ല, അതൊരു സംഭവ കഥയായിട്ടാണ് കർത്താവ് പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ഒരു ധനവാൻ ഉണ്ടായിരുന്നു. ധനവാന്റെ വീട്ടുമുറ്റത്ത് പട്ടികളൊക്കെ വന്ന് നക്കിക്കൊണ്ടിരുന്ന ഒരു പാവപ്പെട്ട ലാസർ ഉണ്ടായിരുന്നു. 2 പേരും മരിച്ചു. ലാസർ അബ്രഹാമിന്റെ മടിയിൽ പോയി. ഈ ധനവാൻ എവിടെ പോയി? വായിച്ചാട്ടെ. പാതാളത്തിൽ യാതന അനുഭവിച്ചു. മേലോട്ട് നോക്കി ദൂരത്ത് നിന്ന് അബ്രഹാമിനെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ. ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ജ്വാലയിൽ അപ്പൊ കത്തിക്കൊണ്ടിരിക്കുക, വേദനിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? വെളിപ്പാടിന്റെ 14:10 ആദ്യം വായിക്കുക. ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. വിശുദ്ധ ദൂതന്മാർക്കും കുഞ്ഞാടിനും മുമ്പാകെ അഗ്നിഗന്ധങ്ങളിൽ ദണ്ഡനം അനുഭവിക്കും. അവസാന അവിശ്വാസികൾ എന്താ സംഭവിക്കുന്നത്? കർത്താവിന്റെ മുൻപാകെ അഗ്നി ഗന്ധകത്തിൽ ദണ്ഡനം. ഇവിടൊക്കെ കണ്ടോ ചിത്രം? കണ്ടോ? തീ 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 കിടന്ന് കത്തുന്ന ചിത്രം അല്ലേ? വെളിപ്പാടിന്റെ 14:11 കൂടെ വായിച്ചേ. അവരുടെ ദണ്ഡനത്തിന്റെ പുക എന്നേക്കും പൊങ്ങും. അപ്പൊ ഇത് കെടാത്ത തീയ, പുക എന്നും പൊങ്ങും. മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കുന്നവർക്കും അതിന്റെ പേരിന്റെ മുദ്ര ഏൽക്കുന്ന ഏവനും രാവും പകലും ഒരു സ്വസ്ഥതയും ഉണ്ടാകും. രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാവുകയില്ല. നേരത്തെ നമ്മള് വെളിപ്പാട് 20:10 നിന്ന് വായിച്ചു. പിശാചിനും കൂട്ടർക്കും രാവും പകലും ദണ്ഡനം സഹിക്കേണ്ടി വരും. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് രാവും പകലും അതിനകത്ത് പോയി വീഴുന്ന ഏവനായാലും ഒരു സ്വസ്ഥത ഉണ്ടാവുകയില്ല. മത്തായി 25:30. എന്നാൽ ഏറ്റവും പുറത്തുള്ള ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകേണ്ടി വരും. 2 ദിവസം പറഞ്ഞ 1 നമ്മൾ വായിച്ചാണ്. ദൈവസന്നിധിയിൽ നിന്ന് നീങ്ങിപ്പോകേണ്ടി വരും. അങ്ങനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും അല്ലേ? കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് വേറെ പല വാക്യങ്ങളിലും ഉണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. മത്തായി 13:41-42.
മനുഷ്യപുത്രൻ തന്റെ ദൂതന്മാരെ അയക്കും. ആ അവർ അവന്റെ രാജ്യത്തിൽ നിന്ന് എല്ലാ ഇടർച്ചകളെയും ആ അധർമ്മം പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് ആ തീച്ചുളയിലിട്ട് കളയുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ലൂക്കോസ് 13:28. അവിടെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതും നിങ്ങളെ പുറത്ത് തള്ളിക്കളഞ്ഞതും നിങ്ങൾ കാണുമ്പോൾ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിലും പല്ലുകടി. അപ്പൊ എന്താ ഈ കരച്ചിലും പല്ലുകടി എന്ന് പറഞ്ഞാല്? ഖേദം വരും. അയ്യോ, അന്ന് ആ സുവിശേഷം എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിക്കേണ്ടതായിരുന്നേ എന്ന് പറഞ്ഞൊരു ഖേദം വരും അല്ലേ? ഇംഗ്ലീഷിൽ റിഗ്രറ്റ് എന്ന് പറയും അല്ലേ? നമുക്കൊരു ഖേദം വരും. അയ്യോ, മണ്ടത്തരമായിപ്പോയി രക്ഷിക്കപ്പെടാതെ ഇങ്ങ് എത്തിയത്. അങ്ങനെ ഈ നരകത്തിൽ പോയി കിടക്കുന്നവരെല്ലാം എന്ത് ചെയ്യും? കരച്ചിലും പല്ലുകടിയും. അയ്യോ, വേണ്ടായിരുന്നു അല്ലേ? അവർക്ക് ആ ഒരു മനസ്താപമൊക്കെ അവിടെ വെച്ച് വരും. പക്ഷെ രക്ഷിക്കപ്പെടുകയില്ല. ആ അനുതാപം കൊണ്ട് രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. അപ്പോൾ കണ്ടോ, നമ്മൾ വായിച്ച വാക്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നരകം എന്താണ്? നിത്യാഗ്നിയാണ്, കെടാത്ത തീയാണ്, രാവും പകലും ഒരു സ്വസ്ഥത ഉണ്ടാകുകയില്ല, പുറത്തുള്ള ഇരുട്ടാണ്, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഇപ്പോൾ തീയിലിട്ട് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കരഞ്ഞുകൊണ്ടും പല്ല് കടിച്ചുകൊണ്ടും ഇരിക്കുന്നത് അല്ലേ? നമ്മളിപ്പോൾ തീ പിടിച്ചിട്ടാ ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മരിച്ചു പോകും അല്ലേ? അല്ലാതെ ഇങ്ങനെ നിത്യമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമോ? തീ ഇങ്ങനെ മേത്ത് പിടിച്ചോണ്ടിരിക്കുമോ അല്ലേ? തീയിലിട്ടാൽ നമ്മളൊക്കെ അങ്ങ് കരിഞ്ഞ് ചാമ്പലായി പോകത്തില്ലേ? അപ്പോൾ പിന്നെന്താ ഇവിടെ പറയും? നിത്യമായിട്ട് ഒരു സ്വസ്ഥതയും 5 മിനിറ്റിനകത്തെല്ലാം കത്തി പോകത്തില്ലേ? പിന്നെന്തിനാണ് ഈ? അപ്പോൾ ഇതൊരു പ്രത്യേകതരം തീയാ പോയത്. നമ്മളങ്ങ് കരിഞ്ഞ് ചാമ്പലായി ഉന്മൂലനാശനം ചെയ്തു പോകുമെന്ന് ചിലർ ചിന്തിക്കാറ്. നരകമൊക്കെ കുറച്ച് കാലത്തേക്കുള്ളൂ, പിന്നെ നമ്മളങ്ങ് ഇല്ലാതാവുമല്ലോ എന്തായാലും. അല്ലല്ല, ഇത് നിത്യമായിട്ട് ഈ ദാരുണ യാതന അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഇത് അവസാനമില്ല. അപ്പോൾ ഇത് സാധാരണ തീയല്ല. സാധാരണ തീയാണെങ്കിൽ അല്പനേരത്തേക്ക് വേദന, പിന്നെ അങ്ങ് മരിച്ചു. പിന്നെ നമ്മൾ അതിൽ ആ വേദന അറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ബോധമൊക്കെ പോയി അല്ലേ, മരിച്ചു, ചാമ്പലായി. ഇതങ്ങനല്ല കേട്ടോ. ഈ തീയിനകത്ത് കിടക്കുക. അതുകൊണ്ടാണ് ആ ധനവാൻ പറഞ്ഞത്, ഞാൻ ഈ ജ്വാലയിൽ ഇരിക്കുന്നത്. അപ്പോൾ എത്ര വർഷം കഴിഞ്ഞാലും ഈ തീ നമ്മളെ കത്തി ചാമ്പലാക്കത്തില്ല, പക്ഷെ തീ കത്തിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ കരച്ചിലും പല്ലുകടിയും നിത്യമായിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. അതായത് അവസാനിക്കാത്ത ചില ഖേദങ്ങളൊക്കെ എങ്ങനെയാണ്? ഒരു കാര്യം നടന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അയ്യോ ബുദ്ധിമോശം സംഭവിച്ചു, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറും അല്ലേ? അല്ലാതെ അങ്ങ് ജീവിതകാലം മുഴുവൻ ഖേദമായിരിക്കുമോ? ഇല്ല. ഇത് പക്ഷേ ജീവിതകാലം മുഴുവനായിരിക്കും. പിന്നെ നിത്യത മുഴുവൻ നിലനിൽക്കുന്ന ഖേദം. അപ്പോൾ ഇത് കണ്ടോ, വളരെ ഭയാനകമായ ഒരു വിഷയമല്ലേ? ഇവിടേക്കാണ് ആര് പോകുന്നത്? നേരത്തെ നമ്മൾ വായിച്ചു കേട്ടതുപോലെ ദൈവത്തെ അറിയാത്തവരും സുവിശേഷം അനുസരിക്കാത്തവരും അനുതപിച്ച് മാനസാന്തരപ്പെടാത്തവരും സത്യം സ്നേഹിക്കാത്തവരും അല്ലേ? ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പമാണ്. ഇത് പഠിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ ഉള്ള് വേദനിക്കണം അല്ലേ? ഇതൊക്കെ പോയി കിടക്കുന്നത് നമ്മുടെയൊക്കെ ചില വേണ്ടപ്പെട്ടവരൊക്കെ ആയിരിക്കും ഈ പോയി കിടക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കരുത് അല്ലേ? ഇതൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന അതിനാണ്. അപ്പോൾ നമുക്കിനി സമയം തീരാറായി. പ്രായോഗിക തലത്തിൽ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ നരകത്തെക്കുറിച്ചാണ് പഠിച്ചത്. ഒരു ഓടിച്ചങ്ങ് പഠിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ സമയമെടുത്ത് ഒരുപാട് പഠിക്കണം. പക്ഷേ നരകം ഇല്ല എന്നൊക്കെ ഇന്ന് പറഞ്ഞു നടക്കുന്ന പ്രശ്നക്കാരുള്ളതുകൊണ്ടാണ് ഇത് സമയമെടുത്ത് പഠിപ്പിച്ചത്. നിത്യമായ ഒരു യാതനാ സ്ഥലമുണ്ട്, നിത്യശിക്ഷാവിധി മനുഷ്യർക്ക് കടന്നു വരും. ഈ നിത്യ അഗ്നിയിലേക്ക് ആരാ ആളുകളെ പറഞ്ഞു വിടുന്നത്? യേശു ക്രിസ്തു അല്ലേ? അതും കൂടെ നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഈ എപ്പോഴും ഈ യേശു ക്രിസ്തു, അയ്യോ പുന്നാര യേശു അല്ലേ നമ്മുടെ, ഈ പുന്നാര യേശു അവസാനം ചില വ്യക്തികളെയൊക്കെ അങ്ങോട്ട് തള്ളിയിടും കണ്ടോ. അപ്പോൾ അതും അവൻ്റെ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ. നരകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, അവിശ്വാസികളുടെ അനുസരണമില്ലാത്തവരുടെ നിത്യശിക്ഷാവിധി പഠിക്കുമ്പോൾ വിശ്വാസികളുടെ ജീവിതത്തിൽ തെളിവായി വരേണ്ട 3 കാര്യങ്ങൾ. ഒന്നാമത്തത് ലൂക്കോസ് 12:4-5. സ്നേഹിതന്മാരായ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. അതാരാ അല്ലേ? കൂടിപ്പോയാൽ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളെ അങ്ങ് കൊന്നുകളയാം. അതാരാ? മനുഷ്യർക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എന്തോ ചെയ്യാൻ പറ്റും? കൊന്നുകളയാൻ പറ്റും. പക്ഷെ അവിടെ കർത്താവ് പറയുന്നുണ്ടോ, കൂടിപ്പോയി നിങ്ങളെ അങ്ങ് കൊന്നുകളയത്തല്ലേ ഉള്ളൂ, അവരെ ഭയപ്പെടണ്ട. നമുക്ക് മരണമാണല്ലോ അല്ലേ? യൂരല്ലേ കൊല്ലും എന്നല്ലേ പറയുന്നത് നമ്മൾ. ഇവിടെ കർത്താവ് പറയാകോ, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്തവരൊന്നും ഭയപ്പെടേണ്ട. പിന്നെ ആരെ ഭയപ്പെടണം? ഞാൻ പറഞ്ഞുതരാം ആരെ ഭയപ്പെടണമെന്ന്. നിങ്ങളുടെ ശരീരത്തിന് ഭൗതിക മരണം സംഭവിച്ചിട്ട്, അതാണ് കൊന്നിട്ട് നിങ്ങളെ നരകത്തിൽ തള്ളിക്കളയുവാൻ അതാരാ?
അതാരാ? നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലുണ്ടായിരുന്നല്ലേ, യോഹന്നാനിന്ന്. പിതാവാണ് ചെയ്യേണ്ടത്, പക്ഷെ അധികാരം. അപ്പോൾ കർത്താവ് ഇവിടെ പറയുന്നത് എന്നെ ഭയപ്പെടണമെന്ന് തന്നെ ഈ പറഞ്ഞത്. അതെ, യേശുക്രിസ്തുവിനെ ഭയമുണ്ടോന്നാണ്. നമുക്കൊക്കെ ദൈവത്തെ ഭയമുണ്ട്, യേശുക്രിസ്തുവിനോട് ഭയമൊന്നുമില്ല അല്ലേ. യേശുവിനെ ഭയപ്പെടണമെന്നായി പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം മാനുഷിക ഭയം നീക്കണം. അവർക്ക് കൂടിപ്പോയ എൻ്റെ ഭൗതിക മരണം, പക്ഷെ മരണത്തിന് മേൽ ജയമുള്ളവരാന്നൊക്കെ കഴിഞ്ഞ 2 ആഴ്ച നമ്മൾ പഠിച്ചു. അപ്പം മാനുഷ്യ ഭയം നീങ്ങിയിട്ട് നരകത്തിലേക്ക് തള്ളിക്കളയുവാൻ അധികാരമുള്ളവനായ യേശുക്രിസ്തുവിനെ നമ്മൾ ഭയന്ന് ജീവിക്കണം അല്ലേ. അങ്ങനൊരു ഭയഭക്തി നമുക്കുണ്ടോ? നമുക്ക് നരകത്തെക്കുറിച്ച് ബോധ്യമില്ലെങ്കിൽ ഈ ഭയം വരത്തില്ല അല്ലേ. ഇപ്പം ഇവിടെ ഒരാൾ ഓടി നടക്കുന്നു, പുള്ളിയുടെ വിചാരം ഒന്നും വരാൻ പോകുന്നില്ല, ഒരു അനന്തരഫലവും ഇല്ല അല്ലേ. ഇപ്പം ഞാൻ ഒരു വടിയെടുത്ത് അടിക്കുകയാണെങ്കിൽ ഇയാളെ പേടിക്കണം, ഇയാൾ അടിക്കും ചിലപ്പം അല്ലേ. ഇന്നേ വരെ അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒരു ഭയവും ഇല്ല അല്ലേ. ഇപ്പം നമുക്ക് നരകത്തെക്കുറിച്ചൊരു പഠനവും ഇല്ല, പരിജ്ഞാനവും ഇല്ലെങ്കിൽ എന്തോ പേടിക്കാതിരിക്കുന്നു. ഇവിടെ പറയുന്നുണ്ടോ, ഇപ്പം നരകത്തിലേക്ക് തള്ളിയിടുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടണം. അതിൻ്റെ അർത്ഥം നരകം എന്താണെന്ന് പോയി പഠിക്കണം. ഇപ്പം നമ്മൾ ഈ വായിച്ച് കേട്ടതെല്ലാം ഇനിയും വീട്ടിൽ പോയി നിങ്ങൾ ധ്യാനിക്കണം. ഇതിപ്പോൾ ഓടിച്ചങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതൊക്കെ ധ്യാനിക്കണം, നമ്മുടെ ഉള്ളു കാണണം. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തെ ഭയപ്പെടണം. അപ്പം ദൈവത്തെ ഭയപ്പെട്ട എന്ത് സംഭവിക്കും? രണ്ടാമതായിട്ട് പാപത്തിൽ നിന്ന് വിട്ടൊഴിയണം. ഇത് പഴയ നിയമം പുതിയ നിയമം ഒരുപാട് വാക്യങ്ങളുണ്ട്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ എന്താണ്? പാപം വിട്ടൊഴിയണം അല്ലേ. അതിന് യേശുക്രിസ്തുവിൻ്റെ തന്നെ ഗിരിപ്രഭാഷണത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണമാണ് ഇനി കൊടുത്തിരിക്കുന്നത്. അവിടെ മത്തായി 5:22 29 കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും വായിക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും, മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനാകും. കണ്ടോ, സഹോദരനെ കയറി മൂടാന്ന് വിളിച്ചാൽ ചിലപ്പോൾ നരകത്തിൽ പോകുന്നു. നമ്മളിതൊന്നും അല്ലേ, നിങ്ങൾ ആരെങ്കിലും അത് ചിന്തിക്കാറുണ്ടോ അല്ലേ? അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. 29 നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഇത് രണ്ടും വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്ന കർത്താവിൻ്റെ ഏറ്റവും മുഖ്യമായ പ്രസംഗം അല്ലേ. മത്തായി 5, 6, 7 ഏറ്റവും നീണ്ട പ്രസംഗം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ഏറ്റവും കാതലായ പ്രസംഗത്തിൽ 3 പ്രാവശ്യം കർത്താവ് ഈ നരകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നരകത്തെ ഭയപ്പെടണം എന്നുള്ളത്. അത് മത്തായി 5:22, 29, 30 30 ഈ 29 പറഞ്ഞ അതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത്. ഈ 2 സ്ഥലങ്ങളിലെയും പശ്ചാത്തലം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. 2 പാപത്തിൻ്റെ വിഷയത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. എല്ലാ പാപവും സൂക്ഷിക്കേണ്ടതാണേലും 2 പാപത്തിൻ്റെ വിഷയത്തിൽ യേശു കർത്താവ് ആ പാപം വിടണമെന്ന് പറയുന്ന പ്രബോധനത്തിൽ പറയുന്നത് ഇല്ലേ നരകത്തിൽ പോകുന്നു. അതേതാ 2 പാപങ്ങൾ? ഒന്ന്, ഹൃദയത്തിനകത്ത് കോപം. അപ്പോൾ ദേഷ്യമുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? ഓർത്തോ, നരകത്തിൽ പോവാൻ സാധ്യതയുള്ളൊരു പാപമായിട്ടാണ് കർത്താവ് പഠിപ്പിക്കുന്നത് അല്ലേ. ഹൃദയത്തിൽ കോപം വന്നിട്ട് ദേഷ്യം വന്നതിനെ വിളിക്കാനാടാ മൂടാ അല്ലേ. മൂടാന്ന് വിളിച്ചാൽ അഗ്നി നരകത്തിന് ഇടയാകും അല്ലേ. രണ്ടാമത് പറഞ്ഞിരിക്കുന്ന പാപം ലൈംഗിക പാപമാണ്. കണ്ണുകൊണ്ട് ഒരു സ്ത്രീയെ മോഹിക്കുന്നത്. അവിടെയാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ ഒരു അവയവം കണ്ണങ്ങ് ചൂഴ്ന്ന് കളാ, നീ ഒരു അന്ധനാവുന്നതാണ് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതെന്ന്. നമുക്ക് അങ്ങനെയാണോ? അപ്പോൾ കർത്താവ് ഇന്ന് പറയാണ്, നിന്നെ അങ്ങ് അന്ധനാക്കാൻ പോവാ, സമ്മതമാണോ? അയ്യോ, അന്ധനാവുന്നതാണോ? അതായത് ഇനി TV സിനിമയൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ നീ നരകത്തിൽ പോകത്തില്ല. അയ്യോ സന്തോഷം കർത്താവേ, കണ്ണങ്ങ് എടുത്ത് കളാ, പിന്നെ കൺമോഹം എന്ന് പറഞ്ഞ പാപമൊന്നും പിന്നെ പോരാടേണ്ട ആവശ്യം, അന്ധനായി സുഖമായില്ലേ. അതായിരിക്കണം ഒരു ഭക്തൻ്റെ ഉത്തരം അല്ലേ. അന്ധനാകുന്നത് നരകത്തിൽ പോകുന്നതിനേക്കാളും നല്ലതായിരിക്കണം. അങ്ങനെ വിശ്വസിച്ച് ലൈംഗിക പാപങ്ങൾ പെടണം. അപ്പോൾ കണ്ടോ, ദൈവത്തെ ഭയക്കുക അല്ലെ യേശുവിനെ ഭയക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗിക തലത്തിൽ സകല പാപവും വിട്ടുമാറുക. പ്രത്യേകിച്ച് ഈ 2 പാപങ്ങൾ, ഹൃദയത്തിൽ കോപം, രണ്ടാമത്തേത് ലൈംഗിക പാപങ്ങൾ. അപ്പോൾ ഒന്നാമത് ദൈവത്തെ ഭയക്കുക, രണ്ടാമത് ഈ നരകത്തെക്കുറിച്ചുള്ള വെളിപ്പാടൊക്കെ പഠിച്ചാൽ, രണ്ടാമത് പ്രായോഗിക ജീവിതത്തിൽ പാപം വിട്ടുകളയണം. മൂന്നാമത് വളരെ മുഖ്യമായ ഒരു വിഷയമാണ് അല്ലേ. ഈ വാക്യം നിങ്ങളുടെ ആ ഹാൻഡ് ഔട്ടിലില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ വീണ്ടും നോക്കും. എബ്രായർ 9:27 പറഞ്ഞിരിക്കുകയാണ്, 1 പ്രാവശ്യം മരണവും അതിനുശേഷം ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു. 1 പ്രാവശ്യം മരണം, അതിനുശേഷം പിന്നെന്തേ ഉള്ളൂ? ന്യായവിധി. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ന്യായവിധി അല്ലേ. അവിശ്വാസിയുടെ കാര്യത്തിൽ നിത്യശിക്ഷാവിധി സംഭവിച്ച് നരകത്തിൽ പോവും. അപ്പോൾ അതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും? ഒരായുസേ ഉള്ളൂ മനുഷ്യൻ. അല്ലാതെ
ഈ വീണ്ടും 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 ഓരോരോ രൂപത്തിൽ വരുന്ന, അല്ലേ, റീഇൻകാർണേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, അല്ലേ, അതായത് ഈ പുനർജന്മം. വീണ്ടും വീണ്ടും ഓരോരോ ആയുസ് എടുത്ത് നമ്മൾ ഈ ഭൂമിയിലൊന്നും വരാൻ പോകുന്നില്ല, ഒരു ആയുസേ ഉള്ളൂ. രണ്ടാമത്, മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മരിച്ചുപോയ ആളെ നമുക്ക് ശുദ്ധീകരിച്ചെടുക്കാൻ കർമ്മങ്ങൾ കൊണ്ടും ക്രിയകൾ കൊണ്ടൊന്നും പറ്റത്തില്ല. കാരണം എന്താണ്? ഒരിക്കൽ മരണവും അതിനുശേഷം ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു, അല്ലേ? അപ്പോൾ ഈ ജീവിതത്തിലേ ഉള്ളൂ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്, ഈ നരകത്തിൽ നിന്ന് ഒഴിയാൻ. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞിട്ട് മരണാനന്തര പ്രാർത്ഥനയൊന്നുമില്ല നമുക്ക്. മരണാനന്തര ബലി, മരണാനന്തര പ്രാർത്ഥന. ഇവിടെ ഉള്ളവർ മെഴുകുതിരി കത്തിച്ചാൽ അവിടെയുള്ള അപ്പൂപ്പൻ ശുദ്ധി പ്രാപിക്കും. ഇത് കത്തോലിക്കരുടെ ഇടയിലൊക്കെ ഉണ്ട്. അതൊന്നും ബൈബിളിലില്ല. മരിച്ചു കഴിഞ്ഞാൽ ഇനി ന്യായവിധി പ്രതീക്ഷിച്ചാൽ മതി. വിശ്വാസിയാണെ പ്രതിഫലം വാങ്ങിക്കാം, അവിശ്വാസിയാണെ നരകത്തിൽ പോവാം. കണ്ടോ? അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? നമ്മൾ പഠിക്കേണ്ടത് ഈ ജീവിച്ചിരിക്കുന്നവരെ എത്രയും വേഗം പോയി സുവിശേഷീകരിക്കണം, ആത്മാക്കളെ നേടണം. വല്ലപ്പോഴും അവരെ നമുക്ക് എപ്പോഴെങ്കിലും അവരെ രക്ഷിച്ചെടുക്കാം എന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷിക്കപ്പെടാൻ ഒരു വകുപ്പുമില്ല. ഇപ്പം നമ്മൾ വായിച്ചല്ലോ 20-ാം അധ്യായത്തിലെ വെളിപ്പാട് പുസ്തകം. ആരെങ്കിലും ഒന്ന് അയ്യോ കർത്താവ് ഇപ്പം രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എല്ലാവരെയും പ്രവൃത്തികളൊക്കെ അനുസരിച്ച് വിധിച്ച് അങ്ങ് അയക്കുകയാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഈ വായിച്ചു കേട്ട യാതനകളെല്ലാം നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ഉള്ളത്തിൽ എന്ത് വരണം? ആത്മാക്കളെ നേടുവാനുള്ള ദാഹം കടന്നു വരണം. ഇവരെല്ലാം എവിടോ പോയി കിടക്കുമെന്നല്ല, അവിടെ ആ ബോധ്യത്തോടെ അവർ ആ യാതന സഹിക്കും. നേരത്തെ പറഞ്ഞല്ലോ, ഉന്മൂലനാശനമൊന്നും അല്ല സംഭവിക്കുന്നത്. അങ്ങനെ ഒരു പഠിപ്പീരുണ്ട്. ഉന്മൂലനാശനം സംഭവിച്ചു പിന്നെ അവർക്കൊന്നും ബോധമൊന്നുമില്ല, അവരങ്ങ് മറന്നുപോകും, അല്ലേ? അവരില്ലാതാകും. അല്ലല്ല, ദൈവം അവരെ നശിപ്പിച്ച് കളയുമെന്ന് പറയുമ്പോൾ എന്താണ്? അവർ പൂർണ്ണ ബോധ്യത്തോടെ നിത്യ യാതന സഹിച്ചുകൊണ്ടിരിക്കും, രാപ്പകൽ സ്വസ്ഥത ഇല്ലാതിരിക്കും. അല്ലാതെ ദൈവം അങ്ങ് ഇല്ലായ്മ ചെയ്യുകയല്ല. അവർ നരകത്തിൽ അവർ ബോധപൂർവ്വം ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ആ ധനവാൻ പറഞ്ഞത്, ഞാൻ ഈ അഗ്നി കിടക്കുന്നു, എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എവിടെങ്കിലും പോയി അവരങ്ങ് തൊലഞ്ഞു പോവുകയാണ്, പിന്നെ അവർ അങ്ങ് തീർന്നു എന്ന് പറയുമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അല്ലേ? ദൈവം അവരെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. ഈ ഭൂമിയും ഈ ആകാശവും ദൈവം നശിപ്പിച്ച് കളയും. പുതിയ വാനവും പുതിയ ഭൂമിയും വരും, പിന്നെ ഈ ഭൂമി ഇല്ല. അങ്ങനെ ഉന്മൂലനാശനം ദൈവം ഒരു ആത്മാവിനെയും ചെയ്യാറില്ല. ആത്മാവ് നരകത്തിൽ പോവാണെങ്കിൽ അവിടെ കിടന്ന് യാതന സഹിക്കും. അപ്പോൾ നമുക്ക് മനുഷ്യരോട്, നമ്മുടെ കൂടെ ഉള്ളവരോടൊക്കെ സ്നേഹമുണ്ട്. എന്ത് ചെയ്യണം? സുവിശേഷം അറിയിക്കണം. 1-2 വാക്യങ്ങൾ വേഗം വായിക്കാം. 2 പത്രോസ് 3:9. ചിലർ താമസം വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ആരും നശിച്ചു പോവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? 2-ാം വരവ് ഇങ്ങനെ നീണ്ടു പോണത്, അല്ലേ? ചിലർ പറയാണ്, ഈ എന്തെന്നാണ് തുടക്കം മുതലേ പറഞ്ഞിട്ടിരിക്കുക, കർത്താവ് വരും കർത്താവ്, ആരും വന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമ കാണിച്ച് കാത്തിരിക്കുന്നത്? ആരും നശിച്ചു പോവാതിരിക്കാൻ വേണ്ടി. കണ്ടോ? അപ്പോൾ ദൈവത്തിൻ്റെ കരുണയാണത്, അല്ലേ? 1 തിമോത്തി 2-ാം അധ്യായം 4 മുതലല്ലേ, 4 മുതലുള്ള വാക്യങ്ങൾ. ദൈവം സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. ഈ 2-ാം അധ്യായത്തിൽ തിമോത്തിയോട് പറയുന്നത് സകല മനുഷ്യർക്കായിട്ടും പ്രാർത്ഥന കഴിക്കണം. അവിശ്വാസികളായ രാജാക്കന്മാർക്കും അധികാരികൾക്കും എല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണ്? ഒരേ ഒരു ദൈവമേ ഉള്ളൂ, ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, യേശുക്രിസ്തു. ആ യേശുക്രിസ്തു സകലർക്കും വേണ്ടി മറുവിലയായി മരിച്ചു. പിന്നെന്തോ വേണം? ഈ ദൈവം സകലരും, 4-ാമത്തെ വാക്യം എന്താണ്? പരിജ്ഞാനം, അല്ലേ? സുവിശേഷം മനസ്സിലാക്കി രക്ഷിക്കപ്പെടണമെന്ന് ഇച്ഛിക്കുന്നു, അല്ലേ? അപ്പോൾ ദൈവം എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് സകലരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ദൈവമേ ഇവരൊന്നും നരകത്തിൽ പോവല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടോ? അല്ലേ? അങ്ങനെയൊന്നും അല്ലാതെ നമ്മുടെ സഭയിൽ ആളൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമായി, നമ്മുടെ പ്രസ്ഥാനം വളർന്നു, അല്ലേ? നമ്മുടെ സഭയിൽ 50 പേരുണ്ടെന്ന് പറയാം. അതിനൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത്. ഈ നേരത്തെ വായിച്ചു കേട്ട യാതനയിൽ ഇവരൊന്നും പോകരുതെന്ന് ആത്മാർത്ഥമായിട്ട് അവരോട് സ്നേഹമുള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് ഇവരെല്ലാം രക്ഷിക്കപ്പെടണമെന്നുള്ളത്, അല്ലേ? ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. അത് നിറവേറുവാൻ വേണ്ടി ഇടിവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വേറെ ഒരു മാർഗവും ഇല്ല. ഒരു ദൈവമേ ഉള്ളൂ, ഒരു മധ്യസ്ഥനേ ഉള്ളൂ. യേശുക്രിസ്തുവിലൂടെ അവർ രക്ഷ പ്രാപിക്കണം.
1 കൊരിന്ത്യർ 9:23. ഏത് വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്തു. അപ്പോസ്തലൻ പറയാണ്, ഓരോ വ്യക്തികൾക്കും വേണ്ടി ഞാൻ ആകേണ്ടതുപോലെ ആയി. യഹൂദന്മാർക്ക് ഞാനൊരു യഹൂദനായി, യവനന്മാർക്ക് ഞാൻ യവനനായി, ബലഹീനർക്ക് ഞാൻ ബലഹീനനായി. അതായത് വ്യക്തികൾക്ക് യോജിച്ച രീതിയിൽ അല്ലേ അവരുമായിട്ട് ഞാൻ ഏകീഭവിച്ചിട്ട് അവർക്ക് സുവിശേഷം മനസ്സിലായി എന്ത് ചെയ്യണം? ഏത് വിധത്തിലും ഏതെങ്കിലും വിധത്തിൽ ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു കേട്ടോ. അവരെ നേടുവാൻ വേണ്ടി ഞാൻ അവരോട് എന്താ പറയുക ഏകീഭവിച്ച് ശുശ്രൂഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഗ്രാമീണ പ്രദേശത്തൊന്നും ശുശ്രൂഷിക്കുന്ന പോലെയല്ല പട്ടണത്തിൽ ഇപ്പോൾ ശുശ്രൂഷിക്കുന്നത്. അങ്ങനെ ആളുകളോട് അനുകമ്പയും സ്നേഹവും കാട്ടി അവരെ നേടുവാൻ വേണ്ടി ഞാൻ എൻ്റെ ചിലതെല്ലാം മാറ്റിവെച്ച് സേവകനായി ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ സുവിശേഷത്തിലൊരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷം നിമിത്തം ചെയ്യുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹമാണ് എല്ലാവരും രക്ഷിക്കപ്പെടുക എന്നുള്ളത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ സുവിശേഷം അറിയിച്ച് അവരെ സുവിശേഷീകരണം ചെയ്യണം അല്ലേ. അപ്പോൾ പ്രായോഗിക തലത്തിൽ ഈ നിത്യനരകത്തിൻ്റെ അല്ലെങ്കിൽ നിത്യശിക്ഷാവിധിയുടെ വിഷയം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദൈവത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഭയപ്പെടണം, മാനുഷ്യഭയം നീക്കിവെക്കണം. രണ്ടാമതായിട്ട് അതുനിമിത്തം പാപം വിട്ടുകളയണം അല്ലേ. പ്രത്യേകിച്ച് കോപവും ലൈംഗിക പാപങ്ങൾ അതൊക്കെ വിട്ടുകളയണം, അതൊക്കെ നരകത്തിൽ പോകുന്ന വിഷയങ്ങളാണ്. മൂന്നാമതായിട്ട് വളരെ കാതലായ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ഈ ആയുസ്സേ ഉള്ളൂ അല്ലേ. അല്ലാതെ ഇനി അടുത്ത ആയുസ്സും മൂന്നാമതൊരു ആയുസ്സും അങ്ങനെ വീണ്ടും വീണ്ടും അവസരങ്ങളൊന്നുമില്ല. ഈ ഒരു അവസരമേ ഉള്ളൂ. അവർ മരിക്കുന്നതിന് മുമ്പേ അവരെ സുവിശേഷീകരിച്ചില്ലെങ്കിൽ അവരുടെ നിത്യതയൊക്കെ ചോദ്യചിഹ്നമാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? രക്ഷിക്കപ്പെടാത്ത നമ്മുടെ സ്നേഹിതരാകട്ടെ, ബന്ധുക്കളാകട്ടെ, വഴി കാണുന്നവരാകട്ടെ, ഏതു വ്യക്തിയാകട്ടെ, സുവിശേഷീകരണം ചെയ്യുവാനൊരു അവസരം കിട്ടിയാൽ നമ്മളത് ഉപയോഗിക്കണം. പിന്നെ എപ്പോഴും പ്രാർത്ഥിക്കണം. രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾക്ക് വേണ്ടി ഇടുവിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. വളരെ തിടുക്കത്തിൽ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. കാരണം മരിച്ചു കഴിഞ്ഞാൽ അവസരമില്ല അല്ലേ. അപ്പോൾ അത് വളരെ നമ്മൾ തീക്ഷ്ണമായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പല സഭകളിലും സുവിശേഷീകരണമൊന്നുമില്ല. അപ്പുറത്തെ സഭയിൽ കുറ്റവും പറഞ്ഞിരിക്കുന്നവൻ ഇങ്ങോട്ട് പോരെ എന്ന് പറയത്തേ ഉള്ളൂ അല്ലേ. അങ്ങനെ ക്രിസ്തീയ സഭകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കലും വാങ്ങലും മാത്രമാണ് അല്ലേ. അല്ലെങ്കിൽ പണ്ട് സമുദായ പള്ളിയിൽ ഇരുന്നവൻ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നു, ഇതൊക്കെയുള്ളൂ. അല്ലാതെ ശരിക്കും സുവിശേഷീകരണം എവിടെ നടക്കും? നമുക്ക് നരകത്തെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. പിന്നീട് ഒരു അവസരത്തിലാകാം, 40 വർഷം കഴിഞ്ഞിട്ടാകാം. ഇങ്ങനെ മാറ്റി വെക്കരുത്. സുവിശേഷീകരണം മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി അല്ലേ ഇത്രയും പെട്ടെന്ന് മരുന്ന് കൊടുത്ത് അയാളെ സൗഖ്യപ്പെടുത്തുന്ന പോലെ നമ്മൾ ധൃതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലേ. അവിടെ നമ്മൾ വളരെ എന്താ പറയുക തിടുക്കത്തിൽ ചെയ്യേണ്ട ഒരു അർജൻറ്റാണ്. അത്യാഹിതം എന്നൊക്കെ പറയുന്ന പോലെ, കാഷ്വാലിറ്റി പോകുന്ന പോലെ അല്ലേ. അപ്പം നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. വളരെ ഭയാനകമായ കാര്യങ്ങളാണ് ഇന്ന് പഠിച്ചത്. അങ്ങനെ ഹൃദയത്തെ ഉല്ലസിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ ധന്യമായ ഒരു ബൈബിൾ സ്റ്റഡി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആത്മാക്കളുടെ നിത്യതയെക്കുറിച്ച് വചനം പറയുന്ന സത്യങ്ങളാണ് നമ്മൾ ധ്യാനിച്ചത്. നമ്മളാരും സുവിശേഷം അനുസരിക്കാത്തവരും അനുതപിക്കാത്തവരും അല്ലെന്ന് ആദ്യം ഉറപ്പ് വരുത്തിയേച്ച്, രണ്ടാമത് ദൈവമായിട്ട് അവസരം നൽകുന്ന എല്ലാ വ്യക്തികളോടും സുവിശേഷം അറിയിച്ച് ഈ നിത്യയാതനയിൽ നിന്ന് അവരെ കരകയറ്റുവാൻ ബന്ധപ്പെടേണ്ട സമർപ്പണമുള്ളവരായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം. എന്നും ഈ ലോകം ഇതുപോലെ പോവുകയില്ല. ഒരു ദിവസം നീ അന്ത്യം കുറിക്കും. ഈ ലോകത്തെ നീതിയോടുകൂടെ വിധിക്കുന്ന ഒരു ദിവസം കടന്നു വരും. സകല മനുഷ്യരുടെയും രഹസ്യങ്ങളെ പുറത്തു കാട്ടി സത്യാവസ്ഥ പുറത്തു വരുന്ന ഒരു നിത്യ ന്യായവിധി ഉണ്ടല്ലോ കർത്താവ്. അന്ന് സുവിശേഷം അനുസരിക്കാത്തവർ, ദൈവത്തിൻ്റെ ദാനമായ രക്ഷ സ്വീകരിക്കാത്തവർ, മാനസാന്തരപ്പെട്ട് കർത്താവിനോട് ചേരാത്തവർ നിത്യദണ്ഡനം ഏറ്റുവാങ്ങുമല്ലോ കർത്താവേ. ഇത് പഠിപ്പിച്ചു പോകുവാൻ വളരെ എളുപ്പം, മനസ്സിലാക്കുവാൻ എളുപ്പം കർത്താവേ. വളരെ ഗൗരവമേറിയ വിഷയമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. ആത്മാക്കളെ സംബന്ധിക്കുന്ന വിഷയമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർത്താവ്. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിൽ, കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ നിരവധി പേർ കർത്താവേ പിശാചിനും തൻ്റെ ദൂതന്മാർക്കും സൃഷ്ടിച്ചിരിക്കുന്ന നിത്യ
തീ പൊയ്കയിലേക്ക് അതാ പൊക്കോണ്ടിരിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ പലപ്പോഴും ഒരു കൂസലുമില്ലാതെ ഒരു പ്രശ്നവുമില്ല എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന കർത്താവെ, ഞങ്ങളോട് ക്ഷമിക്കണമേ. വചനത്തിൽ നരകത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ നിരവധി തവണ ഞങ്ങൾക്ക് തന്നിട്ടും ആ ഒരു തീക്ഷ്ണതയോടെ ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞിട്ടില്ല കർത്താവെ. ഞങ്ങൾ അവരുടെ മുഖപ്രസാദവും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ സുവിശേഷീകരണം പിന്നത്തേതിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഞങ്ങളോട് ക്ഷമിക്കണമേ. മനുഷ്യരെ ഭയപ്പെടാതെ, ശരീരത്തെ മാത്രം കൊല്ലുവാൻ കഴിയുന്ന മനുഷ്യരെ ഭയപ്പെടാതെ, ഭയവും ലജ്ജയും മാറ്റിവെച്ച് അവരുടെ നിത്യത വിലമതിച്ച് കർത്താവെ അവരോട് സ്നേഹം കാണിക്കുവാനും സുവിശേഷം അറിയിക്കുവാനും ക്രിസ്തുവിലേക്ക് അവരെ വരവേൽക്കാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിലും കുടുംബങ്ങളിലും കർത്താവെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലുമൊക്കെ ഉള്ള അവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് രക്ഷിക്കപ്പെടുവാൻ ഒരവസരം കൊടുക്കണമേ. കർത്താവെ അവർ മരിക്കുന്നതിന് മുൻപ് തന്നെ കർത്താവിലേക്ക് തിരിയുവാൻ ഇടയാകണമേ. കർത്താവെ ഞങ്ങൾ ഈ പ്രദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ ദേശത്ത് കർത്താവെ അനേകർ കർത്താവെ ദിവസം പോകും തോറും നരകത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന കർത്താവെ, ദൈവമേ കർത്താവെ വെളിപ്പാടിലൂടെ അവർക്ക് ഈ സത്യങ്ങൾ നീ പ്രകാശിപ്പിച്ചു കൊടുക്കണമേ. ഞങ്ങളുടെയൊക്കെ സാക്ഷ്യങ്ങളിലൂടെ അവർ രക്ഷിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ ദേശം നശിച്ചു പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആയുസ്സിനപ്പുറത്തായിട്ടുള്ള നിത്യതയിൽ കർത്താവെ അവർ ദൈവപ്രസാദം പ്രാപിച്ച് കർത്താവ് നിത്യയാതനയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നവരായിരിക്കണം. യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തത്താൽ സകല പാപങ്ങളിൽ നിന്നുമുള്ള രക്ഷ പ്രാപിച്ച് കർത്താവെ ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ ഭാഗമുള്ളവരായിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളേവരും അന്നേ ദിവസം നിന്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ആരും പാപത്തിന്റെ ചതിക്കുഴിയിൽ പോകരുതേ കർത്താവെ. പുറമേ ഒരു വിശ്വാസിയായിട്ടും അകമേ നിന്നോടൊരു പ്രതിബദ്ധതയില്ലാതെ ജീവിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഭയത്തോടെ പാപമകറ്റി ക്രിസ്തുവിൽ തന്നെ പൂർണ്ണ ആശ്രയം വെച്ച് നിന്റെ ദാസന്മാരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിലേക്ക് മറ്റുള്ളവരെ ആനയിപ്പാൻ ഞങ്ങളെ കർത്താവെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിൽ കർത്താവെ ശക്തമായ സുവിശേഷീകരണം സംഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മടി കൂടാതെ ലജ്ജ കൂടാതെ സുവിശേഷം അറിയിക്കുവാൻ കർത്താവെ അയൽക്കാരനോട് സ്നേഹമുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്ത് വില കൊടുത്തും അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എന്ത് വില കൊടുത്തും എന്ത് മെനക്കേട് സഹിക്കേണ്ടി വന്നാലും അവരെ നേടുവാൻ വേണ്ടി എന്ത് ത്യാഗത്തിനും മനസ്സുള്ളവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാക്കളെ നേടുവാനുള്ള തീക്ഷ്ണമായ ദാഹവും ആ ഒരു ആഗ്രഹവും നിത്യ പൊയ്കയെ കണ്ടുകൊണ്ട് ദൈവത്തിൻ്റെ ആ ക്രോധ ദിവസത്തെ ഓർത്തുകൊണ്ട് ഇതിൽ നിന്നുള്ള വിമോചനം യേശുക്രിസ്തുവിൽ മാത്രമാണെന്ന് പൂർണ്ണ ബോധ്യത്തോടെ സുവിശേഷീകരണത്തിൽ എരിവുള്ളവരാക്കി ഞങ്ങളെ മാറ്റിയാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ നീ 2000 വർഷം മുമ്പ് കടന്നു വന്ന് രക്തം ചീന്തി ആ രക്തം നിമിത്തം ഇന്ന് വിശ്വസിച്ച് ഈ നിത്യ തീ പൊയ്കയിൽ നിന്ന് ഞങ്ങളെ നീ വീണ്ടെടുത്തല്ലോ, നീ രക്ഷിച്ചല്ലോ കർത്താവെ. അതിനായിട്ടും സ്തോത്രം. ഞങ്ങൾ പലപ്പോഴും അത് മറന്നു പോകാറുണ്ട് കർത്താവെ. നിത്യരക്ഷ നീ ഞങ്ങൾക്ക് ദാനമായി നന്നല്ലോ. നേരത്തെ ഞങ്ങൾ വായിച്ചതുപോലെ കർത്താവെ 1000 വർഷം നിന്റെ കൂടെ വാഴുവാൻ കർത്താവെ നീ ഭാഗ്യം നൽകുമല്ലോ. ആ രക്ഷാദാനം അയോഗ്യരായി ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം കരയേറ്റുന്നു കർത്താവെ. ഇന്ന് കർത്താവെ ഇവിടെ കടന്നു വരുവാനും ഈ വചനധ്യാനം പങ്കെടുക്കുവാനും കർത്താവെ ഞങ്ങളേവർക്കും നീ ആരോഗ്യവും സാവകാശവും ഒരുക്കി തന്നതിനായിട്ട് സ്തോത്രം. ഇന്ന് കടന്നു വരാൻ കഴിയാത്തവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നീ ക്ഷേമത്തോടെ നടത്തുകയാൽ സ്തോത്രം കർത്താവെ. നിന്റെ തിരുഹിതത്തിനനുസരിച്ച് കർത്താവെ ഞങ്ങൾക്ക് നടക്കുവാനുള്ള ഭാഗ്യം നൽകണമേ. നിന്റെ ഉദ്ദേശങ്ങളും പദ്ധതികളും സ്വപ്നങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലൂടെ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.